എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കുന്നവർക്ക് 2 നോട്ടിഫിക്കേഷൻസ് PSC വഴി എത്തിക്കഴിഞ്ഞു. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയാണ്, രണ്ടാമത്തെ ഡ്രൈവർ പോസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആദ്യം പറയാം. ഗസറ്റ് ഡേറ്റ് 15/12/2025, 15/12 ഡിസംബർ 15 വന്ന നോട്ടിഫിക്കേഷനാണ്. ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി 14, അടുത്ത വർഷം 2026 ജനുവരി 14 മുന്നേ നിങ്ങൾ PSCയുടെ പ്രൊഫൈൽ വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. കാറ്റഗറി നമ്പർ 551/2025 ഈ ഒരു കാറ്റഗറി നമ്പർ വെച്ചാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് പോസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയാണ്. ഇതിലേക്ക് പെൺകുട്ടികൾക്കും പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയവർക്കും അപേക്ഷ അയക്കാൻ പറ്റില്ലെന്ന് ഓർത്തിരിക്കുക. 27,900 രൂപ മുതൽ 63,700 വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്നൊരു പോസ്റ്റാണ്. നമ്പർ ഓഫ് വാക്കൻസി, അത്യാവശ്യം ഒരുപാട് വാക്കൻസി വന്നിട്ടുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് ആണ്, കറക്റ്റ് വാക്കൻസി അവർ പുറത്തുവിടില്ല, ആൻറ്റിസിപ്പേറ്റഡ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നേരിട്ടുള്ള നിയമനം തന്നെയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. ഏജ് ലിമിറ്റ് കാണാം, 18 വയസ്സ് മുതൽ 26 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും. 2199 11/2007 ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാം. ജനറൽ ആണെങ്കിൽ, OBC ആണെങ്കിൽ 3 വർഷവും, SC STക്കാരാണെങ്കിൽ 5 വർഷം ഇളവും കിട്ടുന്നുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സാണ്. ഇനി +2 ഏതെങ്കിലും ഒരു +2 നിങ്ങൾ സിമ്പിൾ പാസ്സാണെങ്കിൽ പോലും അപേക്ഷ അയക്കാൻ പറ്റും. +2ന് മുകളിലുള്ളവർക്കും അപേക്ഷ അയക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്, മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇല്ലാത്തവർക്കും അപേക്ഷ അയക്കാം, +2 വെച്ചും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഹൈറ്റ് വേണ്ടത് 165 സെൻറ്റിമീറ്ററാണ് ജനറൽക്കാരാണെങ്കിൽ, 160 സെൻറ്റിമീറ്റർ SC STക്കാർക്ക് ഹൈറ്റ് വേണം. വെയിറ്റ് 50 കിലോഗ്രാം ജനറൽ, 48 കിലോഗ്രാം SC STക്കാർക്ക്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്ററാണ് ജനറൽ, 76 സെൻറ്റിമീറ്റർ SC STക്കാർക്ക്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ സ്വിമ്മിംഗ് നോളജ് ഉണ്ടായിരിക്കണം, പ്രൊഫിഷ്യൻസി ഇൻ സ്വിമ്മിങ് അതെന്തായാലും ഉണ്ടാവണം. 50 മീറ്റർ സ്വിമ്മിംഗ് ട്രയൽ ഉണ്ടായിരിക്കും, 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കവർ ചെയ്യണം. പിന്നെ ഫ്ലോട്ടിംഗ് എബിലിറ്റി ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. സ്വിമ്മിങ് നിങ്ങൾക്ക് അറിയണം, അതായത് നീന്താൻ അറിയണം. പിന്നെ ഐ ടെസ്റ്റിൽ ഡിസ്റ്റൻസ് വിഷൻ 6/6, ലെഫ്റ്റ് ഐ റൈറ്റ് ഐ ഉണ്ടാവണം, നിയർ വിഷൻ 0.5 ഉണ്ടായിരിക്കണം. ഫീൽഡ് ഓഫ് വിഷൻ ഫുള്ളായിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. 100 മീറ്റർ റേസ് 14 സെക്കൻഡ്, ഹൈ ജമ്പ് 133 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 458 സെൻറ്റിമീറ്ററും, ഷോർട്ട് പുട്ട് 610 സെൻറ്റിമീറ്റർ, ത്രോ ഇൻ ദ ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ, റോപ്പ് ക്ലൈമ്പിംഗ് 366 സെൻറ്റിമീറ്ററും, പുള്ളപ്പ് 8 എണ്ണം 1500 മീറ്റർ, 5 മിനിറ്റ് 44 സെക്കൻഡാണ് ടൈം കിട്ടുന്നത്. അപ്പോൾ ഈ 8 എണ്ണത്തിൽ നിങ്ങൾ 5 എണ്ണം പാസ്സായാൽ മതി. അപ്പോൾ 6 മാസം ട്രെയിനിങ് ആയിരിക്കും. അതിന് ശേഷമാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത്. അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 14 ജനുവരി 14. അതിന് മുന്നേ നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപ്പോൾ ആദ്യം പരീക്ഷയായിരിക്കും, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, മെഡിക്കൽ എക്സാമാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. അപ്പോൾ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഡ്രൈവർ ട്രെയിനിയാണ് പോസ്റ്റ്. ഗസറ്റ് ഡേറ്റ് കാണാം 15/12/2025, ഡിസംബർ 15 മുതൽ 14 ജനുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാറ്റഗറി നമ്പർ 552/2025 നോട്ട് ചെയ്ത് വയ്ക്കാം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഡ്രൈവർ പോസ്റ്റാണ്. പെൺകുട്ടികൾക്കും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയവർക്കും അപേക്ഷ അയക്കാൻ പറ്റില്ല. സാലറി പാക്കേജ് 27,900 തൊട്ട് 63,700 വരെ ശമ്പളം കിട്ടും. വാക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്, ധാരാളം വാക്കൻസികൾ വന്നിട്ടുണ്ട്, കറക്റ്റ് വാക്കൻസി വന്നിട്ടില്ല. എല്ലാം സെയിം ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റും ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് പ്രായപരിധി. 2199 11/2007. പിന്നെ OBCക്കാർക്ക് 3 വർഷം, SC STക്കാർക്ക് 5 വർഷം ഇളവ് കിട്ടുന്നുണ്ട്. എല്ലാം സെയിം ആണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. ക്വാളിഫിക്കേഷൻ +2 ആണ്. ഇനി +2 ഏതെങ്കിലും ഒരു +2 മതി. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്, ഇല്ലാത്തവർക്കും അപേക്ഷ അയക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ഗുഡ് വെഹിക്കിൾ അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വെഹിക്കിൾ വിത്ത് ബാഡ്ജോട് കൂടിയ ലൈസൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം. ഹെവി ലൈസൻസ് വിത്ത് ബാഡ്ജ് നിങ്ങൾക്ക് ഉണ്ടാവണം. +2 വിത്ത് ഹെവി ലൈസൻസ് ആണ് വേണ്ടത്. അതിൻ്റെ ടെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്യും. ഹൈറ്റ് 165 സെൻറ്റിമീറ്ററാണ് ജനറൽ, 160 സെൻറ്റിമീറ്റർ SC STക്കാർക്ക്. വെയിറ്റ് 50 കിലോഗ്രാം ജനറൽ, 48 കിലോഗ്രാം SC STക്കാർക്ക് വേണം. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ ജനറൽ, 76 സെൻറ്റിമീറ്റർ SC STക്കാർക്ക് വേണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം. പിന്നെ ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും, കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ്, സ്ക്വിൻ ഐ കാര്യങ്ങളെല്ലാം മെഡിക്കലിൽ പരിശോധിക്കുന്നതാണ്.
ഫിസിക്കൽ ടെസ്റ്റിൽ ഇവൻറ്റുകൾ 100 മീറ്റർ റേസ് 14 സെക്കൻഡ്, ഹൈ ജമ്പ് 133 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 458 സെൻറ്റിമീറ്റർ, ഷോട്ട് പുട്ട് 610 സെൻറ്റിമീറ്റർ, ത്രോ ഇൻ ദ ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ, റോപ്പ് ക്ലൈമ്പിംഗ് 366 സെൻറ്റിമീറ്റർ, പുള്ളപ്പ് 8 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡാണ് ടൈം കിട്ടുന്നത്. ഈ പറഞ്ഞ 8 നിങ്ങൾ 5 പാസ്സാവണം. ഇതിലേക്ക് 4 മാസത്തെ ട്രെയിനിങ് ആയിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് സ്ഥിര ജോലി കിട്ടാൻ പോകുന്നത്. ഇതിലേക്കും അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 14-ാം തീയതിയാണ്. ജനുവരി 14, അടുത്ത വർഷം ജനുവരി 14 മുന്നേ നിങ്ങൾ താല്പര്യമുള്ളവർ അപേക്ഷ അയയ്ക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ബൈ.